ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. 74 പവൻ സ്വർണമാണ് നഷ്ടപ്പെട്ടതെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത്, അല്ലെങ്കിൽ ഇതുവരെയുള്ള നിഗമനം അങ്ങനെയായിരുന്നു. എന്നാൽ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ, മാത്രമല്ല കൂടുതൽ പരിശോധനകൾ നടത്തുമ്പോൾ അതിന്റെ ഇരട്ടിയിലധികം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന കണ്ടെത്തലിലേക്ക്, നിർണായക നിഗമനത്തിലേക്ക് SIT എത്തുകയാണോ? തീർച്ചയായും വിനിത, ഈ കഴിഞ്ഞ ദിവസം അന്വേഷണ പുരോഗതി റിപ്പോർട്ട്, അതായത് ഇന്നലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ പല കാര്യങ്ങളും ഹൈക്കോടതിയുടെ ഉത്തരവിലില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് നമുക്കതിനകത്ത് ചൂണ്ടിക്കാണിക്കാനുള്ളത് നഷ്ടപ്പെട്ട സ്വർണം എത്രയാണ് എന്നുള്ളതാണ്. അതിനകത്ത് ഇതേവരെ SITക്ക് സ്ഥിരീകരിച്ചത്, അതായത് ഔദ്യോഗികമായി പറയാൻ കഴിയുന്നത് 74 പവനാണ്. പക്ഷേ അതിൻ്റെ ഇരട്ടിയിലേറെ തന്നെ നഷ്ടപ്പെട്ടിരിക്കാം എന്നുള്ള നിഗമനത്തിലേക്ക് SIT എത്തുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇതുവരെ കണ്ടതല്ല, ഇതുവരെ കേട്ടതല്ല, അതിനപ്പുറത്തേക്ക് കൂടുതൽ കൊള്ള ശബരിമല കേന്ദ്രീകരിച്ച് നടന്നിരിക്കാം. അതുകൊണ്ടാണ് കൂടുതൽ പരിശോധന നടത്തേണ്ടത് എന്നുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതി ഇന്നലെ നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ ഈ പ്രഭാമണ്ഡല പാളികളും വാതിലും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന്റെ അളവെടുക്കുക, വിസ്തൃതി എടുക്കുക എന്നൊക്കെയുള്ള നീക്കങ്ങളിലേക്ക് SIT കടക്കുന്നത്. മാത്രമല്ല ശാസ്ത്രീയ പരിശോധനാ ഫലത്തിലൊക്കെ തന്നെ പല കാര്യങ്ങളിലും വ്യക്തതയില്ല. പ്രത്യേകിച്ച് ഈ കാലപ്പഴക്കത്തിന്റെ കാര്യത്തിലൊക്കെ തന്നെ വ്യക്തതയില്ല. പാളികൾ പൂർണ്ണമായിട്ട് അടിച്ചു മാറ്റിയോ അല്ലെങ്കിൽ അത് കൊണ്ടുപോയി വിറ്റ് പകരം ഡ്യൂപ്ലിക്കേറ്റ് പാളിയാണോ കൊണ്ടുവച്ചത് എന്നൊക്കെയുള്ള സംശയങ്ങളാണ് ഇരട്ടിയിലേറെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് SIT എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. കാരണം ഇപ്പോൾ ഈ തൊണ്ടി മുതൽ എന്നുള്ള നിലയിലേക്ക് തത്തുല്യമായ സ്വർണം വീണ്ടെടുത്തതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ 74 പവൻ എന്നുള്ളൊരു കണക്കിലേക്ക് SIT എത്തിയത്. അതായത് തങ്ങൾക്ക് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നേരിട്ട് ബോധ്യപ്പെട്ടത്, അതായത് ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ ജ്വല്ലറി, സ്മാർട്ട് ക്രിയേഷൻസ്, പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസ്, ഇവിടങ്ങളിലൊക്കെ തന്നെ എത്ര സ്വർണ്ണമാണ് കൈമാറിയിട്ടുള്ളത് എന്നൊക്കെയുള്ള ചില കണ്ടെത്തലുകൾ, ആ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ 74 പവനിലേക്ക് എത്തിയത്. പക്ഷേ ഇനിയും കൂടുതലായി പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതുവരെയുള്ള ചില വിലയിരുത്തലുകൾ, ചില കണക്കുകൂട്ടലുകൾ, ചില നിഗമനങ്ങൾ, അതൊക്കെ വെച്ചാണ് SIT പറയുന്നത്, ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ ഇരട്ടിയിലേറെ നഷ്ടപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് 100 മുകളിൽ പവൻ സ്വർണം നഷ്ടപ്പെട്ടിരിക്കാം, അതിനും അപ്പുറത്തേക്ക് പോയിരിക്കാം. പാളികൾ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിലേറെ കണക്ക് വരും. മാത്രമല്ല പ്രഭാമണ്ഡല പാളികളിലൊക്കെ നടക്കുന്ന പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. കട്ടിളയിലെ 7 പാളികളിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനം SITക്കുണ്ട്. അതായത് പ്രഭാമണ്ഡല പാളിയും രാശിചക്രം ആലേഖനം ചെയ്ത പാളിയും ദശാവതാരം ആലേഖനം ചെയ്ത പാളിയും ഒക്കെ തന്നെ ഇത്തരത്തിൽ തട്ടിപ്പിന് കേന്ദ്രമായിട്ടുണ്ട്, അല്ലെങ്കിൽ തട്ടിപ്പിന് വിധേയമായിട്ടുണ്ട് എന്നുള്ളത് തന്നെ SIT കരുതുന്നുണ്ട്. പക്ഷേ എത്രയാണ് സ്വർണം നഷ്ടപ്പെട്ടത്, എത്രത്തോളമാണ് ഇതിന്റെ തൂക്കം കുറഞ്ഞത് തുടങ്ങിയ കൃത്യമായ വിവരങ്ങൾ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും പരിശോധന നടത്താൻ വേണ്ടിയുള്ള നീക്കത്തിലേക്ക് SIT കടക്കുന്നത്. ഒരുപക്ഷേ ഇന്നലെ ഹൈക്കോടതി സൂചിപ്പിച്ചതുപോലെ ഒരു വിശദമായ റിപ്പോർട്ട്, ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ലഭിച്ചാൽ ഇതിൽ കുറച്ചുകൂടി വ്യക്തത വരും എന്നുള്ളതാണ് ഹൈക്കോടതി തന്നെ ഇന്നലെ നിരീക്ഷിച്ചത്. അതായത് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഇങ്ങനെയാണ് കാര്യങ്ങൾ. 74 പവനാണ് ഏറെക്കുറെ സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തണമെങ്കിൽ വിശദമായ റിപ്പോർട്ട് വരണം. കൂടുതൽ ശാസ്ത്രജ്ഞരെയും വിദഗ്ധരെയും ഒക്കെ തന്നെ VSSയിലെ ആളുകളെ സമീപിക്കേണ്ടതുണ്ട്. അതിൽ വീണ്ടും ഒരുപക്ഷെ പരിശോധന നടത്തേണ്ടതുണ്ട്. വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കേണ്ടി വരും. അതായത് നഷ്ടപ്പെട്ട സ്വർണം ഇതുവരെ SIT കരുതിയിരുന്നത് പോലെയല്ല എന്ന് SITക്ക് അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ബോധ്യപ്പെട്ടു. നമുക്കും അത് ഏറെക്കുറെ ഈ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ പുറത്തു വരുമ്പോൾ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് തുടക്കം മുതൽക്ക് പറഞ്ഞിരുന്നത് പോലെ ഒരു 2 കിലോയിലേറെ സ്വർണം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈകാര്യം ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളൊരു സംശയം ദേവസ്വം വിജിലൻസ് തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഏറെക്കുറെ ആ രീതിയിലേക്ക് തന്നെ അന്വേഷണം എത്തിച്ചേരുകയാണ്. ഒരുപക്ഷെ ഞെട്ടിക്കുന്ന കണക്കുകളായിരിക്കാം വരും ദിവസങ്ങളിൽ പുറത്തു വരിക. ശരി, കാത്തിരുന്ന് കാണാം. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് കൂടും. ഏതാണ്ട് ഇരട്ടിയിലധികം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. ഈ തൊണ്ടി മുതൽ ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കൂടി കടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രഭാമണ്ഡല പാളിയിലെ പരിശോധന അത് നിർണായകമാണ്. സന്നിധാനത്ത് SITയുടെ പരിശോധന തുടരുന്നു. വീണ്ടും VSSയെ സമീപിക്കുമെന്ന് കൂടിയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ അറിയുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED ഇന്ന് കാടടച്ചുള്ള പരിശോധനയാണ് നടത്തുന്നത്. 21 ഇടങ്ങളിൽ, അതായത് പ്രതികളുടെ എല്ലാം വീടുകൾ, അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, അവിടെയൊക്കെ പരിശോധന നടത്തുന്നു. പ്രതികളുടെ ആസ്തി വിവരങ്ങളും പരിശോധിക്കുന്നുണ്ട്. സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയോ